ഇനി വലിയൊരു കാര്യമാണ്. ഒരാൾ എന്നോട് കമൻറ്റ് വഴി ചോദിച്ചു, പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. കാരണം ഞാൻ എപ്പോഴും പറയാണ്, ഞാൻ ഡിഗ്രി പഠിച്ച് തിരിച്ചെൻ്റെ വീട്ടിൽ വരുന്നതും വരെയും ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. അതുറപ്പുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് വേറെ ആയിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ തന്നെയായിരുന്നു. പലർക്കും നമ്മളോട് ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കാരണം എനിക്ക് വേറൊന്നുമല്ല, എൻ്റെ വീട്ടുകാരെ എനിക്ക് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അവരാണ് എൻ്റെ അനിയൻ, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേട്ടന്മാർ. അവർക്ക് ഞാൻ കാരണം ഒരു നാണക്കേട് ഉണ്ടാവരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. അത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പലരുടെയും സ്നേഹം ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു ആലോചന വന്നു. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബന്ധുവാണ്, എൻ്റെ കൂട്ടുകാരുടെ ബന്ധുവാണ്. അങ്ങനെ ഒരു ആലോചന വന്നു. അതപ്പോൾ വീട്ടിൽ അന്ന് ലാൻഡ് ലൈൻ ഉണ്ട്. ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഞാനാണ്. അപ്പം ഒച്ചയുണ്ടല്ലോ, ഭയങ്കര ഒച്ചയാണ്. രാത്രി എല്ലാവരും കിടന്നിട്ടേ ഉള്ളൂ. അപ്പം ഫോൺ വരുന്നു, ഞാനാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ അച്ഛനോട് ചോദിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ആലോചന അങ്ങനെ വന്നു. വന്നതിന് ശേഷം വീട്ടിൽ വന്നു, കാണുന്നു. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഒരു അനിയനും കൂടെ അയാളുടെ വീട്ടിൽ പോയി. അയാളെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആളുടെ വീട്ടിൽ പോയി കാണുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ ഉണ്ടായി അദ്ദേഹം പിന്നെ ഗൾഫിലൊക്കെ പോയി. കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷേ ആ കല്യാണം നടന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അതും ഒരിക്കലും കണ്ടിഷ്ടപ്പെട്ടിട്ട് ഉള്ള ഇതല്ല. വീട്ടുകാർ വീട്ടിൽ സംസാരിച്ചതിന് ശേഷം ഉള്ള ഒരു ഇഷ്ടം, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് നമ്മളോട് അപ്പോഴും നമുക്കവരെ ഇങ്ങനെ അറിയുന്നുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ. പക്ഷെ നമ്മളതൊന്നും എനിക്ക് ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഞാൻ പറയുന്നതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ആളുകൾക്ക് തോന്നും. കാരണം ഇതെന്തായി പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള. പക്ഷേ ഇത് സംഭവം സത്യമാണ് കേട്ടോ. എൻ്റെ ഒരു മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് അവൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, ഞാൻ നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊരു പ്രാവശ്യം ചോദിച്ചു. ഇല്ല. ഞാനപ്പോൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലെങ്കിലും ആരെയെങ്കിലും ഒരാളെയെങ്കിലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടം തോന്നാത്ത ഒരു മനുഷ്യനും ഇല്ല. ഒരാളോടെങ്കിലും നമുക്ക് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഇഷ്ടം തോന്നും. അപ്പോൾ ഉറപ്പ് കാര്യമാണ് എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചു, അത് ശരിയാ, ആണല്ലേ, അങ്ങനെ ആണല്ലേ. എന്നിട്ട് അവൾ കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ നല്ല കാര്യമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇഷ്ടമായിരുന്നു. രണ്ടുപേരും കുഴപ്പമില്ലാത്ത ഫാമിലി, പഠിക്കുന്നവർ രണ്ടുപേരും ജോലിയുണ്ട്, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ആ ഒരു രീതിയാണ് എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത്. ആർക്കും ഒരു വേദന ഞാനായിട്ട് കൊടുക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ. അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ആ ഒരു ഇതിലാണ്. പിന്നീട് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വന്നു, ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളുണ്ടാകുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായൊരു പ്രണയമാണ് ഞങ്ങൾ ഒന്നിച്ചിപ്പം ജീവിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ അനിയനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ളതാണ് ഈ ഒരു ആലോചന. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതിർന്നത് ഞാനാണെങ്കിലും അവൻ അനിയനാണ്, ആൺകുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് ഇപ്പം അച്ചാച്ചനുള്ള സമയമാണെങ്കിലും അവൻ്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനമായിട്ടും ഞാൻ നോക്കിയിരുന്നത്. എൻ്റെ അണ്ണന്മാർ, എൻ്റെ ആങ്ങളമാർ എന്ന ആ ഒരു ചിന്തയാണ്. അവർക്കിഷ്ടമില്ലാത്ത ചെയ്യാനൊന്നും എനിക്ക് ഭയങ്കര മടിയാണ്. അത്
ചില കാര്യങ്ങൾ നമുക്കതൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാനതിലൊന്നും ഒരു ഇതും കാണുന്നില്ല. അത് ഏത് രീതിയിൽ നമ്മളെ ബാധിച്ചാലും എൻ്റെ ഭാഗം ഞാൻ കറക്റ്റാക്കിയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുറമേ നിന്നുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ജീവിതത്തെ നോക്കിക്കാണാം. പക്ഷേ ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്ത സ്ഥാനം എന്താണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ വേറെ ആരെന്ത് വിചാരിച്ചാലും എങ്ങനെ വിചാരിച്ചാലും ഞാൻ അതിനെ ഒട്ടും മറ്റു രീതിയിൽ കാണുന്നുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇഷ്ടം പറഞ്ഞു, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചു. പക്ഷേ വീട്ടിൽ പൊതുവെ ഇത്ര ദൂരമാണ്, അവർക്ക് കുറേ ന്യായങ്ങളുണ്ടായിരുന്നു പറയാൻ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് മതി എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ നേടാനായിട്ട്, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അത് എൻ്റെ വീട്ടുകാർക്കും അറിയാം, എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നെ സ്വന്തമാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനും, ഇപ്പം വീട്ടിലെ എതിർപ്പാണെങ്കിലും ഇടയ്ക്കൊക്കെ വീണ്ടും വിളിക്കും. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്തൊക്കെയാണ്. അപ്പം വീണ്ടും വിളിച്ച് അവർക്ക് ഇഷ്ടമില്ലെന്നറിഞ്ഞിട്ടും വിളിച്ച് സംസാരിച്ച് ഒക്കെ കൊണ്ടുവരും. അപ്പം നമ്മളിതൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക്, അപ്പം എന്നോടുള്ള അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ അങ്ങനെ ഒന്ന് സംസാരിക്കാൻ തയ്യാറായത് എന്ന ഒരു ഉള്ളിലുള്ള ആ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മതി എന്ന് പറയുന്നു. വീട്ടിൽ പകുതി അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അവർ വിവാഹം നടത്തി തരികയാണ് ചെയ്തത്. അതാണ് എൻ്റെ പ്രണയം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഫോണിൽ സംസാരിക്കും, ഇടയ്ക്ക് കാണും. അങ്ങനെയൊക്കെ സാധാരണ ഒരു പ്രണയം പോലെ തന്നെ ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾ. അതാണ് എൻ്റെ പ്രണയം. ഇതൊക്കെയാണ് എൻ്റെ പ്രണയ ജീവിതത്തിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ജീവിതം കുറേ വഴിത്തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും പ്രണയം എന്ന് പറയുമ്പോൾ പറയാനുള്ളത്. രണ്ടും ആലോചനയുടെ എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ആരോടും തോന്നാം, ഏത് പ്രായത്തിലും തോന്നാം, ഓക്കെ. പക്ഷേ ഒരു പ്രണയമൊക്കെ സംഭവിക്കുന്ന ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം എന്നൊക്കെയാണ്. ഈ കാലഘട്ടത്തിലൊന്നും എനിക്ക് പ്രണയമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതിന് ശേഷമാണ്, നമ്മളൊരു പക്വതയും എത്തിയതിന് ശേഷമുള്ളതാണ് എൻ്റെ പ്രണയം എന്ന് പറയുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ പറയാം. മറ്റുള്ളവർക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ പ്രണയം.